പാർത്ഥ, ഇപ്പോൾ ജ്യോതിഷം അന്വേഷിക്കാൻ പോകുന്നവർ ആരും ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരുമല്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നവരാണ് മിക്കവാറും ഇങ്ങനെ ചോദിച്ചറിയാൻ പണിക്കരുടെ അടുത്തേക്കും മറ്റുള്ളവരുടെ അടുത്തേക്കും പോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ എന്തായാലും അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്നതിൽ നിങ്ങൾക്കെതിരെ കുറച്ച് കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് എന്തായാലും എനിക്ക് കുറച്ച് ശത്രുക്കളുണ്ടാവും, അപ്പോൾ എനിക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ച് ഇത് ഒരു തട്ടിപ്പാണോ യഥാർത്ഥത്തിൽ കൂടോത്രമാണെന്ന് പറയുന്നത്? ഇപ്പോൾ കേരളത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോകും. അപ്പോൾ ജ്യോതിഷികളുടെ യഥാർത്ഥ ജോലി എന്ന് പറയുന്നത് നമ്മുടെ നക്ഷത്രവും നമ്മുടെ ജനന സമയവും ഒക്കെ വെച്ച് നമ്മൾ ഏത് ദശയിലാണ് ജനിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ദശയിലാണ് ഉള്ളത്, ഇപ്പോൾ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത്, ഈശ്വരാധീനം ഉണ്ടോ, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് അവർക്കതിന് വേണ്ട ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇപ്പോൾ പല ആളുകളും അമ്പലത്തിൽ പോകുന്നത് എന്തിനാ? അമ്പലത്തിൽ പോകുന്നത് എനിക്കെന്തെങ്കിലും കാര്യം കിട്ടണേ എന്നുള്ള അവസ്ഥയിൽ മാത്രം അമ്പലത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ ഒരു നിസ്വാർത്ഥമായ ഭക്തി കൊണ്ട് അമ്പലത്തിൽ പോകുന്ന ആളുകൾ കുറവാണെന്ന് പറയാം. ഇല്ല എന്നല്ല കേട്ടോ, നമ്മൾ മൊത്തം ജനസംഖ്യ എടുത്ത് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് കാര്യം വെച്ചുകൊണ്ടാണ് പലരും അമ്പലത്തിൽ പോകുന്നത്. പക്ഷെ തീരെ അമ്പലത്തിൽ പോകാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ജ്യോതിഷിയുടെ അടുത്ത് പോകുമ്പോൾ ജ്യോതിഷി ഈ പ്രശ്നങ്ങളൊക്കെ വെക്കുമ്പോൾ അവർക്ക് ദൈവാധീനത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ദൈവാധീനം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവാധീനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് പ്രൊട്ടക്ഷനാണ് പ്രകൃതിയുടെ. ആ പ്രൊട്ടക്ഷൻ നമ്മുടെ ഉള്ളിൽ ഇപ്പം നമുക്ക് 7 ആധാര ചക്രങ്ങളുണ്ട് എന്നാണ് പറയുക. 7 ആധാര ചക്രങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലുള്ള ആ ഒരു ചക്രമായിട്ട് എപ്പോഴും നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി ഒരു കണക്റ്റഡായി ഇങ്ങനെ നിൽക്കണം. ആ കണക്ഷനിൽ എപ്പോഴും നിൽക്കുകയാണെങ്കിൽ ഈ നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരുപാട് നെഗറ്റീവ് എനർജികളുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും നമ്മളെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നമുക്കിത് നെഗറ്റീവ് എനർജി എവിടെയെന്ന് തെളിയിച്ചു തരാനൊന്നും പറ്റില്ല. പക്ഷേ അത്തരം നെഗറ്റിവിറ്റികൾ നമ്മളെ ബാധിക്കുന്നത് ഇത്തരം പോസിറ്റീവ് എനർജിയുടെ കുറവ് മൂലമാണ്. അപ്പം അത് ഈശ്വരാധീനം ഇല്ലാതാകുന്ന സമയത്ത് അത്തരം നെഗറ്റീവ് എനർജികൾ എളുപ്പത്തിൽ നമുക്ക് ബാധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ആകെ താളം തെറ്റിപ്പോവുകയും ചെയ്യും. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെന്താണ് പ്രതിവിധി ചെയ്യേണ്ടത്? പ്രതിവിധി എന്ന് പറയുന്നത് പല ആളുകളും പറയും ആയിരക്കണക്കിന് രൂപയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഹോമം ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക എന്ന്. ബേസിക്കലി ഇതൊന്നുമല്ല. ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്ഷേത്രത്തിൽ, ഇപ്പോൾ നമ്മുടെ ദശ അനുസരിച്ച് നമ്മുടെ നക്ഷത്രം അനുസരിച്ച് ഏത് ദേവനാണോ ആ സമയത്ത് അതിൻ്റെ ദേവതാ സങ്കല്പത്തിൽ നിൽക്കുന്നത് ആ ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് പറ്റാവുന്നതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ഇപ്പം വിഷ്ണു സഹസ്രനാമം, അല്ലെങ്കിൽ ദേവി മഹാത്മ്യം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഈ സഹസ്രനാമങ്ങൾ, ലളിതാ സഹസ്രനാമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജപിക്കുക. ഇപ്പോൾ പല ആളുകൾക്കും ഇൻസ്റ്റൻ്റായിട്ട് പ്രശ്നത്തിന് പരിഹാരം വേണം. ഇൻസ്റ്റൻറ്റ് റിലീസ് എന്ന് പറയില്ലേ, അത് വേണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു ഹോമം പറയും. ആ ഹോമം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് റിലീസ് എന്നുള്ള നിലയ്ക്കാണ് അത് കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ആ ഹോമം കൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ കുറഞ്ഞതായിട്ടൊക്കെ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ശാശ്വതമായൊരു പരിഹാരം കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു കൃത്യമായ ഒരു ദേവതയെ എപ്പോഴും നമ്മൾ ഉപാസിച്ചു കൊണ്ടേയിരിക്കണം. ഞാൻ ചേച്ചി നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അതായത് ഈ കൂടോത്രം എന്ന് പറയുന്നത് തട്ടിപ്പാണോ എന്നുള്ളത്. പല ജ്യോതിഷന്മാരും കൂടോത്രമാണ് എന്ന് പറയും. അതിൽ സത്യസന്ധമായിട്ട് കൂടോത്രം, ഈ പ്രാക്ക്, കൈവശം എന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷേ പല ആളുകളും വെറുതെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുകയും അവരിലൂടെ എന്തെങ്കിലുമൊക്കെ പൂജ നടത്തിയിട്ട് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് അതൊരു സൈക്കോളജിയാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാക്കാൻ വേണ്ടി അവരെ പറഞ്ഞ് ഭയപ്പെടുത്തും. സത്യത്തിൽ ഇതെന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു നല്ല ജ്യോതിഷിയെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ ഉപാസനയാണ്. അത് അയാളുടെ അയാൾ അങ്ങേയറ്റം തലമുറകളായി പിന്തുടർന്ന് വരുന്ന ഒരു കാര്യമാണ്. അതിന് അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവർ വെള്ളം ചേർക്കില്ല. അവർ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഒരു നിസ്സാരമായ ഒരു വഴിപാട് കൊണ്ടോ നിസ്സാരമായ ഒരു ധ്യാനം കൊണ്ടോ തീരാവുന്ന ഒരു കാര്യം മാത്രമായിരിക്കും ഇതിലെ പല പ്രശ്നങ്ങളും. പക്ഷേ മറുഭാഗത്ത് കൈവശം, അല്ലെങ്കിൽ ഈ പറയുന്ന കൂടോത്രം, ഇങ്ങനെ ഇത്യാദി ചില സംഭവങ്ങളുണ്ട്. ഈ കൈവശം എന്നൊക്കെ പറയുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളിലൂടെയാണ് നമുക്ക് ഈ കൈവശ പ്രയോഗം ഏറ്റവും കിട്ടാൻ സാധ്യതയുള്ളത്. അത് നമ്മുടെ സുഹൃത്തുക്കളാവാം, നമ്മുടെ ബന്ധുക്കളാവാം, നമ്മുടെ മറ്റുള്ള ആളുകളൊക്കെ ആവാം. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ചെയ്യുന്നത് നമ്മൾ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഭക്ഷണത്തിലൂടെ ഇത് അകത്ത് പോവുക എന്നുള്ളതാണ്. ഭക്ഷണത്തിലൂടെ അകത്ത് പോകുമ്പോഴാണ് നമ്മുടെ വയറിലേക്ക് ഇതെത്തുകയും വയറിൽ കിടന്ന് ഏകദേശം 21 മുതൽ 90 ദിവസം കാലയളവിൽ ഇത് എടുത്ത് ദഹിച്ച് ഇത് രക്തത്തിലേക്ക് എത്തുകയും ഇത് നമ്മളെ കോശങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട്. അന്നമയ കോശം, രക്തമയം, അങ്ങനെ പല കോശങ്ങൾ പറയുന്നുണ്ട്.
അതിൽ അന്നമയ കോശത്തിലേക്കൊക്കെ എത്തി അത് അവിടെ നിന്ന് അങ്ങ് രക്തത്തിൽ അലിഞ്ഞ് അവസാനം നമ്മുടെ നെർവ് സിസ്റ്റം, അതാണ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നെർവ് സിസ്റ്റം, പുതിയ ടെക്നോളജിയിൽ പറയുമ്പോൾ. പഴയതിൽ പറയുമ്പോൾ നമ്മുടെ എന്താണ് നാഡീവ്യൂഹം. അതിൽ തന്നെ പല ഇട, പിങ്കള, സുഷുമ്ന എന്ന് പറയുന്ന 3 നാഡികളുണ്ട്. ആ നാഡികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഡികളിലൂടെ അത് പോവുകയും തലച്ചോറിൽ വർക്ക് ചെയ്യുകയും തലച്ചോറിലെ നമ്മുടെ ഈ എന്താണ് ഈ ഹോർമോൺ ഇംബാലൻസ്, ഇപ്പം ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന, ആധുനിക മനഃശാസ്ത്രം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് എല്ലാത്തിൻ്റെയും കാരണം ഈ ഹോർമോൺ ഇംബാലൻസ് ആണ് എന്ന് പറയും. അതിൽ സെറോട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, അതുപോലെ തന്നെ ഡോപ്പമീൻ എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന ഹോർമോണുകൾ കുറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആധി ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, ഉറക്കത്തിൽ ഞെട്ടി എണീക്കും. അപ്പം ഇത് ചെയ്യുന്നത് എന്താ? ഇത് ചെയ്യുന്നത് അവിടെ പോയിട്ട് നമ്മുടെ തലച്ചോറിൽ പോയിട്ട് ഈ എന്തുദ്ദേശിച്ചാണോ ഇവർ ഈ പറയുന്ന കൈവശം കൊടുത്തിട്ടുള്ളത് അത് തക്കവണ്ണം ഈ പറയുന്ന ഹോർമോൺസിനെ വ്യതിചലിപ്പിക്കും. അപ്പം ചിലപ്പോൾ നമുക്കത് കടുത്ത മാനസിക പ്രയാസമായിരിക്കും. ചിലപ്പം അവരെന്തുദ്ദേശിച്ചാണ് ചെയ്തതെങ്കിൽ ആ സംഭവങ്ങൾ നമുക്ക് മനസ്സിൽ സ്വപ്നമായിട്ട് കാണും, ഭയങ്കരമായിട്ട് വീക്കായി പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരാളെ വെറുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അയാളെ വെറുക്കും. അത് അമ്മയായാലും മകനായാലും ഈ പറയുന്ന എന്താണ് അടുത്ത കാമുകന്മാരായാലും അവർ പെട്ടെന്നാണ് അവർ തമ്മിൽ അകന്നു പോവുക. ഇവരറിയില്ല. ഇനി രണ്ടാമത്തെ തരത്തിൽ അങ്ങനെ കൈവശപ്രയോഗം കൊടുത്തിട്ട് ഈ ലൈംഗികപരമായിട്ടൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അവരിൽ അഡിക്റ്റായി പോകും. അതിൽ വശ്യപ്രയോഗം എന്ന് പറയും. വശ്യപ്രയോഗം, നല്ല വശ്യപ്രയോഗവും മോശം വശ്യപ്രയോഗവും ഉണ്ട്. അപ്പം അതിൽ വശ്യപ്രയോഗത്തിൽ തന്നെ ഈ പറയുന്നത് പോലെ എന്താണ് ആളുകളെ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി കൈവശത്തിലൂടെ വശ്യപ്രയോഗം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഉള്ളിലേക്ക് കൊടുത്ത് അങ്ങനെ വശപ്പെടുത്തിയിട്ട് ആളുകൾ അവരുടെ പിന്നെ അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള നിലയിലേക്ക് അവർ പോകും. പക്ഷേ എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ആ തരത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത് ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കൈവശം ചെയ്യാൻ അറിയുന്ന ആളുകൾ എത്രയുണ്ട് എന്നതാണ് ചോദ്യമെങ്കിൽ അത് വളരെ കുറവേ ഉള്ളൂ. കാര്യം ഇല്ലെന്നല്ല, പക്ഷെ വളരെ കുറവാണ്. എല്ലാവർക്കും ഒന്നും ഈ കൈവശപ്രയോഗം ഒന്നും ചെയ്യാൻ അറിയില്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ കൃത്യമായ അളവിൽ കൈവശപ്രയോഗം ചെയ്യാൻ ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരുപാട് ആൾക്കാർ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അവർക്ക് കൈവശം ഏറ്റിട്ടുണ്ട് അല്ലെങ്കിൽ കൂടോത്രം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അറിയുന്ന ആൾക്കാർ കുറവാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഇവർ വിശ്വസിക്കുന്നത്? അല്ല, ഭൂരിഭാഗം കാര്യങ്ങളും നമ്മൾ ഈ പറയുന്ന പോലെ കൂടോത്രമോ കൈവശമോ ആയിക്കൊള്ളുന്നില്ല. അവർക്ക് ഏതെങ്കിലും നെഗറ്റീവ് എനർജിയുടെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സമയദോഷം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഗ്രഹങ്ങളെയും ദശകളെയും വെച്ച് നോക്കുന്ന കാര്യമാണ്. അപ്പം പറയും ആകാശത്തുള്ള ഒരു ഗ്രഹം എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം അമാവാസി നാളുകളിൽ ഈ വാദരോഗികളായിട്ടുള്ള ആൾക്കാർ, വാദം എന്ന് പറഞ്ഞാൽ വേദന, അത്ര BP അങ്ങനത്തെ പല കാര്യങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം അതുപോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇവർക്ക് ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഈ അമാവാസി ദിവസങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്കിത് പീക്കായിരിക്കും, ഭയങ്കരമായിട്ട് കൂടും, ക്ഷീണം, ഭയങ്കര പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതെല്ലാം അമാവാസിക്ക് എടുത്ത് നോക്കിക്കോളും. അത് വേണമെങ്കിൽ ഒരു ക്ലിനിക്കൽ ടെസ്റ്റിനോട് വിധേയമാക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം അതിൻ്റെ കാരണം എന്ത് എന്ന് മാത്രമേ തെളിയിക്കാതിരിക്കാൻ പറ്റൂ. പക്ഷേ ഇത് ലക്ഷണങ്ങൾ കാണിക്കും. കറക്റ്റായിട്ട് അവർ ഭയങ്കര വീക്കാവും, ബുദ്ധിമുട്ടാവും, ഭയങ്കര പ്രശ്നമായിരിക്കും. അത് ഈ അമാവാസി ദിവസം ഉണ്ടാകുന്ന എനർജി നമ്മളെ ബാധിക്കുന്നതാണ്. നമ്മുടെ ശാസ്ത്രത്തിന് കണ്ണിൽ കാണാത്ത എനർജികളെ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇനി അങ്ങനെ ഒന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ശാസ്ത്രം ഇതിനെ ശാസ്ത്രീയമാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മരുന്ന് നമ്മൾ കഴിക്കുന്നു. ആ കഴിക്കുമ്പോൾ ആയുർവേദ മരുന്നോ ഹോമിയോ മരുന്നോ നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് എഫക്റ്റ് ഉണ്ടാവാറുണ്ടല്ലോ, ഉണ്ട്. പക്ഷേ ശാസ്ത്രം അതിനെ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? അംഗീകരിക്കാത്തത് ഈ മരുന്നിലെ ഏത് കോമ്പോണൻ്റാണ് കൃത്യമായി ഇതിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് അവരുടെ ചോദ്യം. പക്ഷേ ആയുർവേദമോ ഹോമിയോ മറ്റ് യുനാനി സിദ്ധ വൈദ്യങ്ങളോ ഒന്നും തന്നെ അങ്ങനെയല്ല നോക്കുന്നത്. അത് മൊത്തത്തിൽ വരികയും നമ്മുടെ ശരീരത്തിലെ മൊത്തം സിസ്റ്റത്തിനെ, മൊത്തം ആരോഗ്യാവസ്ഥയെ, മൊത്തം നമ്മുടെ ഒരു പ്രാണൻ എന്ന് പറയും, ദശപ്രാണനുണ്ട് നമുക്ക്. ആ പ്രാണനെ വർദ്ധിപ്പിക്കുക. ഈ പ്രാണൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ ശാസ്ത്രത്തിന് മുമ്പിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രത്തിന് എങ്ങനെയാണ് പ്രാണനെ കണ്ടെത്താൻ കഴിയുക? നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് പ്രാണൻ നിലനിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇൻവിസിബിളായ കാര്യമാണ്, ഇൻവിസിബിളായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇൻവിസിബിളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യത്തെ എങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും? പറ്റില്ല എന്നുള്ളതാണ്. അത് നമുക്ക് അനുഭവിച്ചറിയാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെയാണ് ഈ പറയുന്ന കൂടോത്രങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. ഭൂരിഭാഗവും ഈ പറഞ്ഞതുപോലെ എന്തായിരിക്കില്ല, കൂടോത്രമോ മറ്റു കാര്യങ്ങളോ ആയിരിക്കില്ല. പക്ഷേ പല ആളുകൾക്കും കൂടോത്രം അനുഭവപ്പെടാം. ആൾ കുറവാണ് എന്ന് പറഞ്ഞാലും അത് തീരെ തുലോം തുച്ഛമാണ് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം.
പക്ഷേ ആളുകൾ കുറവാണ്. രണ്ടാമത്തത്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് കർമ്മഫലം ഭയങ്കരമായിട്ട് തിരിച്ചടിക്കും. അതുകൊണ്ട് തന്നെ പല ആളുകളും ചെയ്യാൻ നിൽക്കാറില്ല. ചിലർ അതിന് പ്രൊട്ടക്ഷനൊക്കെ ഇട്ടുകൊണ്ടാണ് അത് ചെയ്യുക. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവർ മനസ്സിലാവില്ല. അവരനുഭവിക്കുന്ന ദുഃഖം, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ, വീട്ടിൻ്റെ മുന്നിൽ, ഇപ്പം കാരണങ്ങളില്ലാത്ത രോഗാവസ്ഥ, നമുക്കൊരു അസുഖം വരുന്നു, ആ അസുഖം എത്രയോ ടെസ്റ്റുകൾ ചെയ്തു, മാറി മാറി ടെസ്റ്റ് ചെയ്തു, അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നു നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്നു. അവസാനം അത് എത്തിച്ചേരുക സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറയുന്ന ഈ സൈക്യാട്രി നിർവചിച്ച് വെച്ചിട്ടുള്ള ഒരു പറ്റം കാര്യങ്ങളുണ്ട്, അതിലേക്കാണ്. അപ്പോൾ സൈക്യാട്രി ഡോക്ടർമാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ വരുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും സത്യത്തിൽ അതിൻ്റെ കാരണം ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഹോർമോണൽ ചേഞ്ചസിനുള്ള, ഹോർമോൺ വർദ്ധിപ്പിക്കാനുള്ള മെഡിസിൻ കൊടുക്കുമ്പോൾ ഇത് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് എന്തുകൊണ്ട് ആ ഹോർമോൺ കുറയുന്നു, എന്തുകൊണ്ട് ഈ അസുഖം വരുന്നു, എന്തുകൊണ്ട് മസിൽ ക്രാംസ് വരുന്നു, ക്ഷീണം വരുന്നു, കിടപ്പിലാകുന്നു, ഫുൾ ടൈം ക്ഷീണം, അകാരണമായ ക്ഷീണം, ബുദ്ധിമുട്ട്, ശരീരം മൊത്തം ചൂടാവുന്നു, ജോലി ചെയ്യാനുള്ള മടി, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് പരിശോധനകളെല്ലാം ചെയ്യുമ്പോൾ എല്ലാം നോർമലാണ്. പക്ഷേ ആള് ഭയങ്കര പ്രശ്നമായിരിക്കും. അതിന് പലതരത്തിലുള്ള നിർവചനങ്ങളുണ്ട്. ഇപ്പം ഫൈബ്രോമയാളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കണ്ടീഷൻസ് ആധുനിക വൈദ്യശാസ്ത്രം പറയാറുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം എന്തെന്ന് പറയുമ്പോൾ അവർ ഈ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റിലേക്കാണ് പോവുക. പക്ഷേ ആ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റിൻ്റെ അകത്തേക്ക് കടന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത്. അതായത് എന്തുകൊണ്ട് ഈ ഹോർമോൺസ് കുറയുന്നു, അവിടെ നമ്മൾ ഈ കൈവശമാണ് എന്ന് മനസ്സിലാക്കി ആ കൈവശത്തിന് പ്രതിവിധി ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം റിവേഴ്സ് ആവും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം, എൻ്റെ ഒരു അനുഭവത്തിലുള്ളൊരു കാര്യം പറയാം. അതായത് ഒരു ചെറുപ്പക്കാരനല്ല, ഇത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള 2 പേര്, എൻ്റെ ഒരു ഗുരുനാഥൻ്റെ സുഹൃത്തായിട്ടുള്ള 2 പേര്, അവരുടെ മകള് ഒരു ചെറുപ്പക്കാരനും തമ്മിൽ ഭയങ്കര പ്രണയത്തിലായി. അപ്പോൾ പ്രണയത്തിലായി കുറച്ചും മുന്നോട്ട് പോയ സമയത്താണ് മനസ്സിലാവുന്നത് ഇയാൾ ഭയങ്കരമായിട്ട് ഈ റൗഡിയായി നടക്കുന്ന, ജീവിതം ശ്രദ്ധിക്കാതെ നടക്കുന്ന, പലതരത്തിലുള്ള കേസുകളുള്ള ഒരാളാണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. പക്ഷേ ഒരു തരത്തിലും മറ്റു ആൺകുട്ടികളോടൊന്നും വലിയ അങ്ങ് നമ്മൾ പ്രണയത്തിലൊന്നും വീഴാത്തൊരു കുട്ടി പെട്ടെന്ന് ഈ പ്രണയത്തിൽ എന്തുകൊണ്ട് വീഴുന്നു, ഇവനില്ലാതെ ജീവിക്കില്ല, തൂങ്ങി മരിക്കും, ആ തരത്തിലുള്ള സംസാരങ്ങളാണ് ഉണ്ടാവുന്നത്. ഒരു തരത്തിലും വിട്ടു പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയ സമയത്താണ് ഇവർ സൈക്യാട്രി ഡോക്ടറെ കാണിക്കുന്നു, പല ആളുകളെ കാണിക്കുന്നു, കൗൺസിലിംഗ് കൊടുക്കുന്നു, ഒരു രക്ഷയില്ല, ഉറച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് ഈ കാര്യം എത്തുന്നത്. അപ്പോൾ ഇങ്ങനെ എത്തിയപ്പം അദ്ദേഹം കൃത്യമായി നോക്കിയപ്പോൾ മനസ്സിലായി ഇത് ശക്തമായ കൈവശമാണ്. കൈവശം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇത് വശ്യം ചെയ്ത, ഉള്ളിൽ വശ്യപ്രയോഗം നടത്തിയതാണ്. അപ്പോൾ അങ്ങനെ അതിനെന്തുണ്ട് മാർഗം എന്ന് ചിന്തിച്ചപ്പോഴാണ് ഇതിന് ഇതിനെ ഛർദ്ദിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വയറിൽ നിൽക്കുന്ന കാര്യമാണെങ്കിൽ നമുക്കൊരു 90 ദിവസത്തിനുള്ളിലൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഛർദ്ദിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ റിസൾട്ട് കിട്ടും. അങ്ങനെ ഇവിടെ ഒരു കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു ഛർദ്ദിപ്പിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്, മഹാദേവന്റെ ക്ഷേത്രമുണ്ട്. അവിടെ പോയിട്ട്, അതെ, തിരുവിഴ അമ്പലമുണ്ട്, തിരുവിഴ അമ്പലത്തിൽ പോയിട്ട് ഛർദ്ദിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഈ കുട്ടിയെ വിളിച്ചിട്ട് കുട്ടി പോകുന്നില്ല, പക്ഷെ നിർബന്ധിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ എത്തി മരുന്ന് കൊടുത്തു, ഛർദ്ദിച്ചതിന് ശേഷം ഈ കുട്ടി കുഴഞ്ഞു വീണു. വീണതിന് ശേഷം കുട്ടിയെ എടുത്ത് കൊണ്ടുപോയി കിടത്തി. അവിടെ നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിഞ്ഞ് ഈ കുട്ടി എഴുന്നേറ്റ് തിരിച്ചു വരുന്ന സമയത്ത് പഴയ കുട്ടിയല്ല. അതായത് ആളുകൾ വിചാരിക്കും എന്തോ വലിയ കള്ളമാണ് പറയുന്നത് എന്ന് വിചാരിക്കും. പക്ഷേ ആ കുട്ടിക്ക് പിന്നീട് ചോദിച്ചപ്പോൾ ഇവനുമായിട്ട് ഒരു തരത്തിലും റിലേഷൻ ഇല്ലാത്ത രീതിയിലാണ് ഈ കുട്ടി പ്രതികരിക്കുന്നത്. എനിക്കോ അയാളുമായിട്ടോ അങ്ങനെയുള്ള രീതിയിലാണ് ഈ കുട്ടി പ്രതികരിക്കുന്നത്. ഇത് ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ എങ്ങനെ തെളിയിക്കും എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ കൃത്യമായിട്ട് നമുക്ക് അവിടെ വന്നു. ആ കുട്ടിക്ക് പിന്നെ ഈ കുട്ടി കാര്യങ്ങൾ കേട്ടപ്പോൾ പിന്നെ കുട്ടി പൊട്ടിക്കരി ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്നൊക്കെ ചോദിച്ചു. അതായത് ഓർമ്മയിലില്ലാത്ത പോലെയാണ് ഈ കുട്ടി സംസാരിക്കുന്നത്. അത് പിന്നീട് ആ ബന്ധം ഒഴിവായി. അപ്പോൾ അവിടെ എന്താ കാണുന്നത് നമ്മുടെ ഇത്തരം കൈവശ പ്രയോഗങ്ങൾ നമ്മളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കും എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത്, എത്തയിസ്റ്റ് ആയിട്ടുള്ളൊരു സുഹൃത്ത്, വിശ്വാസിയല്ലാത്ത സുഹൃത്ത്, ഒരുപാട് കാലമായിട്ട് ഈ ശാസ്ത്ര വേദികളിലൊക്കെ പോകുന്ന ഒരാൾ. അയാൾ വളരെ കൃത്യമായി ഞങ്ങൾ തമ്മിൽ പലപ്പോഴും സംവാദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഈ നിർബന്ധിച്ച് ഇതുണ്ട് എന്നൊന്നും പറയുന്ന ഒരാളല്ല. ഞാൻ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാറുള്ളൂ. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇത്തരം കർമ്മങ്ങളെ സംബന്ധിച്ചോ നമ്മളങ്ങനെ ആരോടും വാഗ്വാദത്തിന് പോയിട്ട് കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പെട്ടെന്ന് ഈ പുള്ളിക്ക് ഈ ശരീരം മൊത്തം
ഈ ചൊറിഞ്ഞ് തടിക്കുക, അതുപോലെ തന്നെ രാത്രി സ്വപ്നങ്ങൾ കാണുക, പിന്നെ പതുക്കെ പതുക്കെ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതാവുക, ഇടയ്ക്കിടയ്ക്ക് ഈ തൂങ്ങി മരിക്കണം എന്നുള്ള ചിന്തകൾ വരിക, എന്താ പറയുക, ആത്മഹത്യ ചെയ്യണം എന്നുള്ള ചിന്ത വരിക. അപ്പോൾ രക്ഷയില്ലാതായപ്പം സൈക്യാട്രി ഡോക്ടേഴ്സിനെ കാണിച്ചു, കൗൺസിലേഴ്സിനെ കാണിച്ചു, കൗൺസിലിംഗ് നടത്തി. ഒരു തരത്തിലും രക്ഷയില്ല. എല്ലാവിധ മെഡിസിൻസും എടുത്തു. അതായത് അറിയാവുന്ന എല്ലാ നല്ല ബെസ്റ്റ് സൈക്യാട്രി ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ പലതരത്തിലുള്ള രോഗങ്ങളുടെ പല അവസ്ഥകൾ പറഞ്ഞു, പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് മെഡിസിൻ കൊടുത്തു. പക്ഷെ ആ മെഡിസിൻ കൊടുത്തിട്ടൊന്നും ഒരു സാധ്യതയും കാണുന്നില്ല. അങ്ങനെ നമ്മുടെ അടുത്തുള്ള ഒരു തിരുമേനിയുടെ അടുത്ത് ഇവരുടെ കുടുംബം തന്നെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഈ എത്തേസ്റ്റ് ആയിട്ടുള്ള ആൾ രക്ഷയില്ല എന്ന് കണ്ടപ്പം പോകാൻ തയ്യാറായി. ഞാൻ പേരും നാളൊന്നും പറയുന്നില്ല. പക്ഷെ പോകാൻ തയ്യാറായപ്പോൾ അവിടെ എത്തിയ സമയത്താണ് പറയുന്നത് വലിയ തരത്തിലുള്ള കൈവശ പ്രയോഗം ഇവരുടെ കുടുംബത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു സ്വത്ത് തർക്കം ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു കൈവശ പ്രയോഗം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ മനുഷ്യനെ അവിടെ ഇരുത്തിയിട്ട് കൃത്യമായിട്ട്, അതായത് ഒരു നെഗറ്റീവ് എനർജിയുടെ ദോഷം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ശൂലിനി പോലത്തെ ഒരു പൂജ നടത്തുകയും ഈ കൈവശം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് കൃത്യമായിട്ട് എന്താണ് ഒരു 90 ദിവസം അല്ലെങ്കിൽ 21 മുതൽ 41 ദിവസം മുതൽ 90 ദിവസം വരെയാണ് കഴിക്കാൻ പറയുക. അത് കഴിച്ചിട്ട് പോയിട്ട് ഛർദ്ദിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് കഴിച്ച് പോയി ഛർദ്ദിച്ച് വന്നതിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ ഇയാളുടെ ശരീരത്തിലെ ഈ വ്രണങ്ങളും ചൊറികളൊക്കെ മാറി. ഇയാൾക്ക് ഈ പറയുന്ന പോലെ സ്വപ്നം കാണുന്നില്ല, ആത്മഹത്യ ചെയ്യണമെന്നുള്ള കാര്യമില്ല, ഒരു ചിന്താഗതിയുമില്ല. അയാൾ പഴയ പോലെ നോർമലായി. ഈ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ തിരുവിഴ അമ്പലത്തിൽ പോയി ഛർദ്ദിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കൈവശവും മാറുമോ? ഇല്ല. തിരുവിഴ അമ്പലത്തിൽ പോയി ഛർദ്ദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് തിരുവിഴ അമ്പലത്തിൽ മഹാദേവനാണ് അവിടെ ഇരിക്കുന്നത്, എല്ലാത്തിനും മുകളിലുള്ള ആളാണ്. പക്ഷേ അവിടെ ഛർദ്ദിച്ചാലും മാറാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോക്കും ഈ കൈവശം എത്രത്തോളം ഉള്ളിൽ പോയിട്ടുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാലപ്പഴക്കം വലിയൊരു കാര്യമാണ്. കാരണം വയറിൽ നിന്ന് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഈ എന്താണ് ഈ ദഹിച്ച് വയറിനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള കൈവശ പ്രയോഗങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പക്ഷേ ഇത് ദഹിച്ച് ഉള്ളിൽ പോയി സകല കോശങ്ങളെയും ബാധിച്ച് ബ്രെയിനിൽ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന കൈവശം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളിൽ മരുന്ന് കഴിച്ച് ദിവസങ്ങളോളം എടുത്ത് മരുന്ന് കഴിച്ച് ആ നെർവിൽ നിന്ന് അതിനെ ഇറക്കി കൊണ്ടുവന്ന് വയറിലെത്തിച്ച് എന്നിട്ട് ഛർദ്ദിക്കണം. അതിൻ്റെ കൂടെ ഇവർ വേറെ എന്തെങ്കിലും കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബന്ധിക്കുകയോ അതിനെ പ്രതിവിധി ഉണ്ടാക്കുകയോ ചെയ്യണം. ഇതിന് ഈ പറയുന്ന ഒരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഹോമങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിസ്സാരമായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെയൊക്കെ ബേസ് എന്താണെന്നറിയോ? ബേസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പരദേവതകൾ, കുടുംബ പരദേവത എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് പല ആളുകൾക്കും. അതിനെ ആരും ഇപ്പം മൈൻഡ് ചെയ്യാറില്ല. അവിടെ വിളക്ക് കൊളുത്താറില്ല, അവിടെ പ്രാർത്ഥിക്കാറില്ല, സന്ധ്യാനാമം ചൊല്ലാറില്ല. ഈ ഇപ്പം ഉപാസന, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വിഷ്ണു സഹസ്രനാമോ അങ്ങനെ ഏതെങ്കിലും ഒരു നാമം ചൊല്ലാറില്ല. ആവശ്യത്തിന് വേണ്ടി മാത്രം അമ്പലത്തിൽ പോയിട്ട് എനിക്കത് കിട്ടണമേ, എനിക്ക് ഇത് കിട്ടണമേ, അപ്പുറത്തെ വീട്ടിൽ കാറ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിലും നല്ല കാറ് കിട്ടണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. അല്ല, ഒരു സംശയം, ഇങ്ങനെ ഈ ഉപാസന പൂജയൊക്കെ ചെയ്യുന്നവർ, ഈ നാമം ജപിക്കുന്നവർ, അവരെ ഈ കൈവശമൊക്കെ ബാധിക്കാറുണ്ടോ? ഈ ഉപാസന ചെയ്യുന്നവർ, നാമം കൃത്യമായി ജപിക്കുന്ന ആൾക്കാരൊക്കെ കൈവശം വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് അതിൻ്റെ തീവ്രത വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ബാധിക്കാറുള്ളൂ എന്നുള്ളതാണ് സത്യം. വളരെ കുറഞ്ഞ രീതിയിൽ, ചിലപ്പോൾ ബാധിക്കാതെയും പോവാം. പക്ഷേ അതിനെ നമുക്ക് നിസ്സാരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനെ എടുത്ത് മാറ്റിക്കളയാൻ പറ്റും. അവരുടെ ഈ കണ്ണിൽ കൊള്ളേണ്ടത് മുഖത്ത് കൊള്ളുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതില്ലാത്ത ഇപ്പം മുംബൈ പോലെ അല്ലെങ്കിൽ വലിയ മെട്രോ സിറ്റികൾ ഒക്കെ നിൽക്കുന്നിടത്തിലുള്ള പല ആളുകളും എന്തു പറയും? മകൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, മകൾക്ക് ഇന്ന് ബുദ്ധിമുട്ടുണ്ട്, ഇന്ന വിഷയങ്ങളുണ്ട് എന്നൊക്കെ പറയും. ഇപ്പം അവിടെ ചെന്ന് അവരുടെ ഡീറ്റെയിൽഡായിട്ട് കാര്യം നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് ഇന്നതാണ് പ്രശ്നം. പക്ഷെ പലർക്കും ഒരു കാര്യമുണ്ട്, ഈ കൈവശം കൂടോത്രം എന്നൊക്കെ പറയുന്നത് രണ്ട് വ്യത്യസ്തമാണ്. കൂടോത്രത്തെ പറ്റി നമുക്ക് പിന്നെ പറയാമെന്ന് പറയും. ഞാൻ അത് കൈവശത്തെ പറ്റിയാണ് പറഞ്ഞത്. ഈ കൂടോത്രം, കൈവശം, അതുപോലെ ഈ കണ്ണ് തട്ടുക എന്നൊക്കെ പറയും. അതിനൊക്കെ വേറൊരു രീതിയാണ്. അത് നമ്മുടെ എനർജിയിൽ വരുന്ന വേരിയേഷൻസ് ആണ്. ലോ എനർജി ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെ നമ്മുടെ 7 ചക്രങ്ങൾ നമുക്കുണ്ട്. 7 ചക്രങ്ങളിലും 7 ചക്രയും കൃത്യമായി നിൽക്കുന്ന ഒരു പവർഫുള്ളായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊന്നും ബാധിക്കില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നീട് സോൾ പ്രസൻസ്, പ്രേതബാധ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പ്രേതം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളസാരി എടുത്ത് കഴുത്ത് ചോരയാക്കി കുടിക്കാൻ പറ്റുന്ന പ്രേതമല്ല. ആ കൺസെപ്റ്റ് സിനിമയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള നെഗറ്റീവ് സോൾസ് അത് ഒരുപാടുണ്ട്. പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം, അതിലെന്താണ് പ്രതിവിധി എന്ന് നോക്കിയിട്ട് വേണം നമുക്കവിടെ എന്ത് ചെയ്യാൻ, ഇതിനെ ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാരെയും നിർബന്ധിക്കാറില്ല. അത് അവസാനം ഒരു ചോദ്യം കൂടെ, ഈ
കൈവശമാണ് ഏറ്റിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ, ഇപ്പം ആൾക്കാർ ഒരുപാട് കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുമല്ലോ, അപ്പോൾ അത് കൈവശമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആണ്, ഇത് രണ്ടും തമ്മിൽ അങ്ങനെ വ്യത്യാസം എന്തായിരിക്കും സ്വയം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്? ഒന്ന്, ഈ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഡോക്ടർമാർക്ക് കൃത്യമായി മനസ്സിലാവും. ഇപ്പോൾ ഇന്നതിൻ്റെ കുറവുണ്ട്, അല്ലെങ്കിൽ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ വരുന്നു, ഇതിന് കാരണമുണ്ട് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് മാറ്റം വരികയും അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതല്ല. പക്ഷേ നമുക്ക് കാരണങ്ങളില്ലാത്ത ക്ഷീണം, മൈൻഡ്, ഇപ്പം നമ്മൾ മാനസിക രോഗ വിദഗ്ധനെ കാണിച്ചിട്ട് പോലും നമുക്ക് ക്ലിയർ ആവാത്ത രീതി, നമ്മൾ ജോലിയിൽ നിന്ന് ബുദ്ധിമുട്ടി പോകുന്നു, നമുക്ക് അഡിക്റ്റ് നെഗറ്റീവ്സ് ആണ് വരുന്നത്. അതായത് ഒരു ജോലിയിൽ കയറി ആ ജോലി വളരെ കുറച്ച് ദിവസം കൊണ്ട് നഷ്ടപ്പെടുന്നു, അടുത്തതുകൊണ്ട് നമുക്ക് ഒരു പൈസയുടെ ആവശ്യം വരുന്നു. ആ പൈസ നമുക്ക് ഒരാൾ തന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് വരുമാനമില്ല, നമ്മുടെ കയ്യിലേക്ക് പൈസ വന്നു കഴിഞ്ഞാൽ നിൽക്കുന്നില്ല, മൊത്തത്തിൽ ഫ്ലോപ്പായി പോകുന്നു. നമ്മുടെ അടുത്ത് നിന്ന ബന്ധങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് നമുക്ക് ശത്രുക്കളായി മാറുന്നു. ആരോടെങ്കിലും ചോദിച്ചാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയ പോലത്തെ അവസ്ഥ. രാത്രി വല്ലാതെ നമ്മൾ അർദ്ധരാത്രി സ്വപ്നം കണ്ട് എഴുന്നേൽക്കുകയും ഞെട്ടി പോവുകയും ചെയ്യുന്ന അവസ്ഥ. ഇത് രണ്ട് തരത്തിലുണ്ട്. ഇതൊക്കെ സൈക്യാട്രിക് ഡിസോർഡറുകളിലും കാണാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാം. ഇത് രണ്ടും ഒരു നൂൽപ്പാലമാണ്, രണ്ടിലേക്കും പോവാം. പക്ഷെ അത് കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളത് നമുക്ക് ഒരു വഴിയുമില്ല എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി രണ്ടാമത്തത്, നമ്മുടെ ദശാദോഷങ്ങൾ കൊണ്ടും നക്ഷത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമ്മൾ ഇന്ന സമയത്ത് ഇന്നത് അനുഭവിക്കണം എന്നുണ്ടാവും, കർമ്മദോഷങ്ങൾ എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇന്ന അസുഖങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പം നമ്മൾ അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ അനുഭവിക്കാതെ പോവില്ല. കാര്യം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ ഏത് സമയത്താണെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ അത് അങ്ങനെ അനുഭവിച്ചിട്ട് പോകുന്നത് ആത്മാവിൻ്റെ ശാശ്വതമായ സത്യം, അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മം, അതിൻ്റെ എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനെ മൊത്തം പ്യൂരിഫൈ ചെയ്തിട്ട് ആ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വേർഷൻ എന്താവുക, ഈ വിലയം പ്രാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിലയം പ്രാപിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി ഈ രീതികളിലൂടെ പോയി പ്യൂരിഫൈഡ് ആവണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ സഹിക്കേണ്ടി വരും. പക്ഷേ അതിന് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് നമുക്കത് കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഈ കൂടോത്രവും കൈവശത്തിനുമൊക്കെ കൃത്യമായ പ്രതിവിധികളുണ്ട്. വലിയ തരത്തിലുള്ള ഹോമങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് മാറ്റാവുന്ന, നിസ്സാരമായ മന്ത്രജപങ്ങൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് മാറ്റാവുന്ന കാര്യങ്ങളുണ്ട്. അതിന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സത്യം. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇതിൽ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടുകൾ കാണാറുമുണ്ട്. അത് കള്ളമാണ്, തെറ്റാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്.